വിഴിഞ്ഞം സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന ആരോപണവുമായി ബിഷപ്പ് തോമസ് ജെ നെറ്റോ പള്ളികളിൽ ഇന്നലെ വായിച്ച ഇടയലേഖനത്തിലാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം ബിഷപ്പ് അറിയിച്ചത്. മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്നും ബിഷപ്പ് വിമർശിച്ചു. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, ദൈവവിളിയിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കുലറിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് ഇത് വ്യക്തമാകുന്നത്? വളരെ പ്രധാനമാണ്. സാധാരണ ഒരു ഇടയലേഖനമാണെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയാണ് ഈ ഇടയലേഖനം വായിക്കുന്നത്. ലത്തീൻ അതിരൂപതയ്ക്ക്, തിരുവനന്തപുരം അതിരൂപതയ്ക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. അതിനുവേണ്ടി ഫണ്ട് സ്വരൂപണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഇടയലേഖനത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഇതിൽ വിഴിഞ്ഞം സമരത്തിന് ശേഷമാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ അധികാര കേന്ദ്രങ്ങളാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് എന്ന വിമർശനം, അത് ഒറ്റ വരിയിലാണെങ്കിൽ കൂടി അത് കേന്ദ്രത്തിനെതിരെയുള്ള പരോക്ഷ വിമർശനമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഈസ്റ്റർ പ്രസംഗത്തിലടക്കം ഈ മണിപ്പൂർ അടക്കമുള്ള കാര്യങ്ങൾ ഓർത്ത് തോമസ് ജെ നെറ്റോ, അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്, തന്നെ BJPക്കെതിരെ ചില പരാമർശങ്ങൾ പരോക്ഷമായി നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ തുടർച്ചയെന്നോണം വേണം ഇതും വിലയിരുത്താൻ. പക്ഷേ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അനൌദ്യോഗികമായി ലത്തീൻ അതിരൂപത നേതാക്കളുമായി സംസാരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും റിപ്പോർട്ടുകൾ കൂടി ഇതിലെ സ്വാധീനിച്ചിരിക്കാം എന്നൊരു അഭിപ്രായം കൂടി അതിരൂപതയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള അവസാനത്തെ ഞായറാഴ്ച പള്ളികളിൽ, ലത്തീൻ അതിരൂപതയുടെ എല്ലാ പള്ളികളിലും വായിച്ച ഇടയലേഖനത്തിലാണ് തോമസ് ജെ നെറ്റോ ഇക്കാര്യം പരാമർശിക്കുന്നത്. അതിരൂപതയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വിരമിച്ച ഫാദർമാരുടെ, വിരമിച്ച പുരോഹിതരുടെ പരിചരണത്തിനടക്കമുള്ള കാര്യങ്ങളിൽ 2 കോടിയോളം രൂപയാണ് ഒരു വർഷം ചെലവ് വരുന്നത്. ഫണ്ട് സ്വീകരിക്കാനാകാത്ത വിധം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം സമരത്തിനു ശേഷമാണ് ഈ നടപടി ഉണ്ടായതെന്നും തോമസ് ജെ നെറ്റോ ഇടയലേഖനത്തിലൂടെ വിശദീകരിക്കുന്നു. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. സഭയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും വോട്ട് വിഷയമായി മാറുകയാണോ? ഇടയലേഖനത്തിൽ അങ്ങനെ ഒരു പരാമർശം കൂടി കടന്നു വന്നിരിക്കുന്നു ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്ന്. കൂടുതൽ